16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ 9ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ ഇന്ന് വാക്കാൽ മറുപടി നൽകിയത്. വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം, SMEകൾക്ക് പ്രോത്സാഹനം, ഓപ്പറേഷൻ തൂഫാൻ, പ്രോജക്ട് 0 പദ്ധതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുകയാണെന്നും നിലവിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആവശ്യകത വളരെ ശക്തമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണക്ഷനുകളുടെ എണ്ണം കൂടുന്നു, ഉപയോക്താക്കളുടെ എണ്ണം കൂടുന്നു. ഈ കാലാവസ്ഥ ചൂട് കൂടുന്ന ഒരു സാഹചര്യം നമ്മൾ AC ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതനുസരിച്ച് ലഭ്യത കുറയുന്നുണ്ട്. ആ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള പല നടപടികൾ, സോളാറിൻ്റെ പ്രൊജക്റ്റ്, കാറ്റാടിയുടെ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മറ്റ് പ്രൊജക്റ്റുകൾ, നമ്മളുടെ പമ്പ്ഡ് സ്റ്റോറേജിൻ്റെ പ്രൊജക്റ്റ്, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്റ്റ്, അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ഗവൺമെൻറ് പരിഗണനയിലും ചില കാര്യങ്ങൾ പുരോഗതിയും മുന്നോട്ട് പോവുകയാണ് സാർ. പ്രതിസന്ധിയിലായ SMEകൾക്ക് പിന്തുണ നൽകുമെന്നും അവയെ പിന്തുണയ്ക്കാൻ ജില്ലാ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത്തരം SMEകൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളത് നോക്കി അവർ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി DICകളുടെ കീഴിൽ ഒരു എംപാനൽ ചെയ്ത വിദഗ്ധമായ സമിതിയൊക്കെ ഉണ്ട്. മാർക്കറ്റിംഗ് ആണോ, ബാങ്കിങ് ആണോ, പ്രൊസീജിയർ പ്രോബ്ലം ആണോ, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഓൾറെഡി ഉണ്ട്. അത് ശക്തിപ്പെടുത്തി ഇങ്ങനെ ഉള്ള MSMEകളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടും. ലഹരിക്കെതിരെ സുസജ്ജവും ആസൂത്രിതവുമായ നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും പുതിയ നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയെ, തലമുറയെ ഓർത്തുകൊണ്ട് ഈ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന, വിൽപ്പന നടത്തുന്ന, ഉപയോഗിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കാൻ NDPS ആക്ടിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഗവർണറുടെ മറുപടി സ്പീക്കർ സഭയെ അറിയിച്ചു. കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളുടെ 15ാം ചട്ടത്തിൻ്റെ 8ാം ഉപചട്ടപ്രകാരം ഗവർണറുടെ മറുപടി ഞാൻ സഭയെ അറിയിക്കുന്നു. മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നടപടികൾ ജനങ്ങളിൽ സൃഷ്ടിച്ച ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തു നിന്ന് KN ബാലഗോപാൽ, K രാജൻ എന്നിവരാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയമായതിനാൽ ഉപക്ഷേപത്തിന് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. ഇവിടെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല എന്നുള്ള നിലയിലുള്ള റൂളിംഗ് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഏതായാലും അതുകൊണ്ട് റൂൾ 50 ഇവിടെ അനുവദിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. തുടർന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി. എത്ര പ്രതിഷേധമുണ്ടായാലും വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക. തുടർന്ന് ഇന്ന് സഭയിൽ വന്ന ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്ത് ജില്ലാ പ്രാദേശിക തലത്തിലുള്ള വികസന അസമത്വം പരിഹരിക്കേണ്ടതിൻ്റെയും വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത മേഖലകളിൽ ജനസംഖ്യാനുപാതത്തിലുള്ള വിഭവ വിതരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതിൻ്റെയും ആവശ്യകത സംബന്ധിച്ച് TV ഇബ്രാഹിം MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നോക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും എല്ലാ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലും സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മെമ്പർ ഉന്നയിച്ച കാര്യത്തിന് പരിഹാരം ഉണ്ടാവും. സഭയിൽ അവതരിപ്പിച്ച 10 സബ്മിഷനുകൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി.
2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ച ഇന്നും തുടർന്നു. 27 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്നതുമാണ്. നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.